വായനക്കാരുടെ ഹൃദയത്തിൽ കുളിരുകോരിയിടുന്ന രോമാഞ്ച കഞ്ച കുഞ്ചിതനായ പ്രേക്ഷക ഹൃദയം കവർന്നെടുത്ത എഴുത്തുകാരൻ SMG എഴുതുന്ന അതിമനോഹരമായ കഥ. രചന SMG, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷരീജ് പൂനൂർ. എന്റെ അമ്മോ, ഈ പുഴുവീണ ശരീരം മരവിച്ചു പോയോ? നേരെ ഇത്രയായിട്ട് എഴുന്നേറ്റില്ലേ അസത്ത്? പ്രഭാതത്തിന് നിശബ്ദത ഭേദിച്ച് മാലതിയുടെ അലർച്ച കാതുകളിൽ തുളച്ചു കയറിയപ്പോൾ അനു ഞെട്ടി ഉണർന്നു. തലേ ദിവസം രാത്രി വൈകി പഠിച്ച കാരണം ഉറങ്ങാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അവൾ അല്പം വൈകി എഴുന്നേറ്റത്. കണ്ണു തിരുമ്പി എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ഒരു കൈയിൽ ചായയും മറുകയിൽ ശൂലുമായി തീവ്രമായ നോട്ടത്തോടെ മാലതി നിൽക്കുന്നു. അതെങ്ങനെയാ? ഭൂമിയിലേക്ക് തലവട്ടം കണ്ടപ്പോഴേ ചത്തുപോയില്ലേ ഇതിന്റെ തള്ള? മാലതി പുച്ഛത്തോടെ തുറന്നു. കണ്ടോ, ഇവിടേക്ക് എന്തിനാ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. അവൾക്ക് മാത്രം വിശ്രമം വേണം. മാലതി പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. അനു ഒന്നും മിണ്ടാ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ ചീത്തവിളികൾ ഓരോ ദിവസം കേട്ടും അടുത്തുകൊണ്ട് അവൾക്ക് വിഷമം തോന്നിയില്ല. എന്നാൽ അടുക്കളയിൽ നിന്ന് രാഹുലിന്റെ പരിഹാസിരി കേട്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, ദാ കിടക്കുന്നു സുന്ദരി, രാഹുൽ പരിഹസിച്ചു. നീ ആസത്തെ, നിനക്ക് നാണല്ലേ? രാഹുൽ പറയുന്നത് കേട്ടില്ലേ? നീ സുന്ദരിയാണെന്ന്. ഒന്ന് പോയി കണ്ണാടി നോക്ക്. നിന്നെ കാണാനേ ഒരു ഭീകരജീവിയെ പോലെയാ, പുഴുവീണ ശരീരം. മാലതിയുടെ വാക്കുകൾ കേട്ട് രാഹുൽ പൊട്ടിച്ചിരിച്ചു. എങ്കിലും യഥാർത്ഥത്തിൽ അനു സുന്ദരിയായിരുന്നു. കരിനീലക്കണ്ണുകളും കാർമേഘം പോലെയുള്ള ഇടതൂർന്ന മുടിയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ക്ഷീണവും ഉറക്കക്കുറവും കാരണം അവളുടെ കണ്ണുകൾക്കിടയിൽ കറുത്ത പാടുകൾ വീണിരുന്നുവെങ്കിലും അതൊന്നും അവളുടെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നില്ല. പക്ഷെ രാഹുലിനും മാലതിക്കും അവളുടെ പുറമോടി മാത്രം മതിയായിരുന്നു. അവൾക്കുള്ളിലെ നന്മയും സൗന്ദര്യം അവർ കണ്ടിരുന്നില്ല. അനുവിന്റെ ഹൃദയം നുറുങ്ങിപ്പോയിരുന്നു. അവളുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞൊഴുകി. തലകുനിച്ച് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അനുവിന്റെ ജീവിതം ഒരു പഴയ സിനിമാ കഥ പോലെയായിരുന്നു. അവൾ ജനിച്ചപ്പോൾ അമ്മ മരിച്ചുപോയതിനാൽ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ചീത്തവിളികളുമായി മാത്രം അവളോട് സംസാരിക്കുന്ന മാലതി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മാലതിക്ക് ഒരു മകനുണ്ട്, രാഹുൽ. അവനെപ്പോഴും അനുവിനെ കളിയാക്കുകയും അവളുടെ സങ്കടങ്ങളിൽ ചിരിക്കുകയും ചെയ്യും. വീട്ടിലെല്ലാ ജോലികളും വേഗത്തിൽ തീർത്ത് അവൾ കോളേജിലേക്ക് പോയി. അവിടെയും അനുവിന്റെ ദുരിതങ്ങൾക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസർ വിനോദ് ഒരു കണിശക്കാരനായിരുന്നു. ക്ലാസ്സിൽ അദ്ദേഹം തീവ്രമായ അച്ചടക്കം പാലിച്ചിരുന്നു. അന്ന് ക്ലാസ്സിൽ കയറിയുടൻ വിനോദ് ഓരോരുത്തരെയും വർക്കുകൾ പരിശോധിക്കാൻ തുടങ്ങി. അനുവിന്റെ ഊഴമെത്തിയപ്പോൾ അവളുടെ നോട്ട് ബുക്ക് ശൂന്യമായിരുന്നു. അനു, നിന്റെ വർക്കോടെ? വിനോദിന്റെ ശബ്ദം ക്ലാസ് റൂമിൽ മുഴങ്ങി. അനു തലകുനിച്ചെന്നു. സർ, എനിക്ക് ഒന്നും പറയണ്ട. ഒരു ഒഴിവഴികളും എനിക്ക് കേൾക്കുകയും വേണ്ട. വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നെന്നാണ് നീ പറയാൻ പോകുന്നത്? ക്ലാസ്സിൽ വന്ന് ഉറങ്ങിയ സമയങ്ങളാണല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പഠിക്കാൻ താല്പര്യം വീട്ടിലിരിക്കാം, വിനോദ് ദേഷ്യത്തോടെ പറഞ്ഞു. ക്ലാസ്സിലെ എല്ലാവരും അനുവിനെ നോക്കി ചിരിച്ചു. അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനുവിന്റെ വിഷമങ്ങളെല്ലാം ലച്ചുവിനെ നന്നായിട്ട് അറിയാം. വീട്ടിലെയും ക്ലാസ്സിലെയും കാര്യങ്ങൾ പറഞ്ഞു കയറാൻ അവൾക്ക് ലച്ചു ഒരു ആശ്രയമായിരുന്നു. ഒരു ദിവസം അനു ക്ലാസ്സിൽ ബോധം കെട്ട് വീണു. ക്ഷീണവും ഉറക്കമില്ലായ്മ അവളെ തളർത്തിയിരുന്നു. അവൾ ആശുപത്രിയിൽ കൊണ്ടുപോയത് വിനോദാണ്. ആശുപത്രിയിൽ വെച്ച് ലച്ചു വിനോദിനോട് അനുവിന്റെ അവസ്ഥയെല്ലാം വിശദീകരിച്ചു. വീട്ടിലെ ജോലിയും ദുരിതങ്ങളും കാരണം അവൾക്ക് പഠിക്കാൻ സമയം കിട്ടാറില്ലെന്നും രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാറില്ലെന്നും ലച്ചു വിതുമ്പലോടെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ വിനോദിന്റെ മനസ്സ് വേദനിച്ചു. അന്ന് തൊട്ട് വിനോദ് അനുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ അവളെ പിന്തുടർന്നു. ഒരു ദിവസം മാലതി അനുവിനെ ചീത്ത പറയുന്നു രാഹുൽ അവളെ കളിയാക്കുന്ന അയാൾ നേരിൽ കണ്ടു. അനു അടുക്കളയിൽ പാത്രം കഴുകിയായിരുന്നു. പിന്നിൽ നിന്നും കാതോരം മാലതിയുടെ ശബ്ദം മുഴങ്ങി. എന്താടി നിന്റെ ഉണ്ടക്കണ്ണം കാട്ടി നോക്കുന്നേ? ഞാൻ പറയുന്നത് എനിക്ക് ചെവി കേൾക്കില്ലേ? അനു പേടിച്ച് തലതാഴ്ത്തി. പിന്നെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അടുത്ത ആഴ്ച എൻ്റെ അനിയ അജയൻ ജയിലിൽ നിന്ന് വരിക. അവൻ വന്നാലൂടെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയരുത്. അവളുടെ വാക്കുകൾ അനുവിനെ ഇടിവെട്ടേറ്റ പോലെ തോന്നി. അവൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, എനിക്കതിന് സമ്മതമില്ല, അവൾ വിക്കി വിക്കി പറഞ്ഞു. അനുവിന്റെ കവിളിൽ ഒരു വലിയ അടിയുടെ ശബ്ദം മുഴങ്ങി. അവൾക്ക് കവിൾ പറഞ്ഞു പോയതുപോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് കയറി. നിനക്ക് എന്താടി ഇവിടെ ഇത്ര വലിയ അധികാരം? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്താനേ ഇത് നിന്റെ വീടല്ല. ഞാൻ പറയുന്ന അനുസരിച്ചാണ് നിനക്ക് നല്ലത്. മാലതി അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നടന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തളർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തലയിൽ കൈവച്ച് നിലവിളിച്ചു. അത് കണ്ടപ്പോൾ വിനോദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ അനുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. മാലതിയോട് കാര്യങ്ങൾ തിരക്കി. അനുവിനെ വേദനിപ്പിക്കരുതെന്നും അവളെ പഠിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ മാലതി അദ്ദേഹത്തോട് തട്ടിക്കയറാൻ തുടങ്ങി. നിങ്ങളാരാ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇടപെടാൻ? നിങ്ങൾക്ക് എന്താ അവകാശം? മാലതിയുടെ ശബ്ദമുയർന്നു. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളിൽ മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത്, വിനോദ് ശാന്തനായി പറഞ്ഞു. നിങ്ങളൊരു കുട്ടിയുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ. അവൾ അവളുടെ വഴിക്ക് വിടും. പഠിപ്പിക്കാൻ വന്നേക്കുന്നു. അവൾക്ക് പഠിക്കാൻ സൗകര്യം എടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ കൊണ്ടുപോയി പഠിപ്പിക്കാം.
മാലതി പുച്ഛത്തോടെ പറഞ്ഞു. വിനോദിന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പോലീസ് സ്റ്റേഷൻ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. പോലീസ് വീട്ടിലെത്തി മാലതിയെ രാഹുലിനെയും ചോദ്യം ചെയ്തു. വിനോദാണ് എല്ലാ വിവരങ്ങളും നൽകിയെന്നറിഞ്ഞപ്പോൾ അനുവിന് സന്തോഷവും അഭിമാനവും തോന്നി. അതിനുശേഷം മാലതി അനുവിനോട് ഒരുപാട് മാറ്റം കാണിച്ചു. അവൾക്ക് പഠിക്കാനുള്ള സമയം കൊടുത്തു. വിനോദും ലച്ചുവും അനുവിന്റെ കൂടെ താങ്ങും തള്ളുമായി ഉണ്ടായിരുന്നു. അനു നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ സന്തോഷം വീണ്ടും ഇല്ലാതായി. മാലതിയുടെ അനിയൻ അജയൻ ജയിലിൽ നിന്ന് തിരികെ എത്തി. ഒരാളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അവൻ ജയിലിൽ പോയത്. മാലതി അനുവിനെ അവനുമായി കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം അനു മുറ്റത്ത് ചെടി നനയ്ക്കുമ്പോൾ ആരോ തന്റെ പിന്നിൽ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. പതിയെ അവൾ തലയുയർത്തി നോക്കിയപ്പോൾ ഒരു വഷളം ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അജയനെയാണ് കണ്ടത്. എന്താ അനു, കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച വല്ലാത്തൊരു കാത്തിരിപ്പനായിരുന്നു വേണേ. എന്നാലും അന്നത്തേക്കാളൊന്നൊക്കെ മിനിങ്ങിയിട്ടുണ്ടല്ലോ നീ. താടിയൊന്ന് ഒഴിഞ്ഞൊരു വഷളം ചിരിയോട് അവൻ പറഞ്ഞു. ദേഷ്യത്തോടെ അവനെ മറികടന്നു അകത്തേക്ക് കയറാൻ നിന്നു. അജയന്റെ കൈകൾ അവരുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. എങ്ങോട്ടാടി നീ എന്നാ പൂച്ചിച്ചോണ്ട് പോകുന്നത്? പറയടേ. അനുവിന്റെ കണ്ണുകൾ പേടികൊണ്ട് വിടർന്നു. അവൾക്ക് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിഞ്ഞില്ല. ഈ ദുരന്തത്തിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവൾ ചിന്തിച്ചു. അവൾ സഹായത്തിനായി ചുറ്റും നോക്കി. ആ സമയം മുറ്റത്തേക്ക് ഒരു കാർ വന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വിനോദിനെയാണ് അവൾ കണ്ടത്. അയാൾ അജയന്റെ മുമ്പിലേക്ക് വന്നു നിന്നു. കൈയെടുക്ക്. വിനോദിന്റെ ശബ്ദം കനത്തു. അജയൻ പുച്ഛത്തോടെ ചിരിച്ചു. ഓ, നമ്മുടെ വീരനായ സാറ് ഈ പെണ്ണിനെ രക്ഷിക്കാൻ വന്നാണോ? സാറ് പോയി സാറിന്റെ പണി നോക്ക് സാറേ, അല്ലാതെ ഈ എന്നെ ഉപദേശിക്കാൻ വരണ്ട. അതെന്റെ കൈക്ക് പണിയുണ്ടാക്കും. നിന്നെ പോലുള്ള മുമ്പിൽ ഈ ഉപദേശം വിലപ്പോയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ ആരാണെന്ന് പോലീസ് സ്റ്റേഷനിലെ രേഖകൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് നിനക്ക് വേണ്ടെന്ന് അവിടെ പോയി പറഞ്ഞാൽ മതി. അജയൻ കൂടുതൽ ദേഷ്യത്തോടെ വിനോദിനെ ആക്രമിക്കാൻ പറഞ്ഞെടുത്തു. അവൻ വലത് കൈ മുട്ടുകൊണ്ട് വിനോദിന്റെ വയറ്റിൽ കുത്താൻ ശ്രമിച്ചു. എന്നാൽ വിനോദ് ഒഴിഞ്ഞു മാറി അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. അജയൻ വേദന കൊണ്ട് നിലവിളിച്ചു. അടുത്ത നിമിഷം വിനോദ് അജയന്റെ കഴുത്തിൽ പിടിച്ച് അടുത്തുള്ള മതിലിലേക്ക് തള്ളി. അജയന്റെ തല മതിലിടിച്ച് രക്തം വന്നു. അവൻ തളർന്ന് നിലത്തേക്ക് ഊർന്നു വീണു. നിനക്ക് എങ്ങനെയാടാ എന്റെ അനിയനത്തോളം ധൈര്യം ഉണ്ടായത്? മാരുതി ദേഷ്യത്തോട് അലറി. അത് കേട്ട് വിനോദ് ചിരിച്ചു. അവകാശം അതെനിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. നിങ്ങളെപ്പോൾ ഉള്ളവർ നിയമത്തെ കയ്യിലെടുക്കുമ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ളവർ ആ നിയമം നടപ്പിലാക്കാനുണ്ടാവും. നിയമം നീതിയാണ്, അത് കണ്ണടച്ച് വിധി പറയില്ല. പക്ഷേ അതിന് കാവലായി ഞങ്ങളുണ്ടാവും. അത് കേട്ട് മാലതി രാവിലെ ഒന്നും പറയാൻ കഴിയാതെ നിന്നു. അപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി അജയനെ അറസ്റ്റ് ചെയ്തു. നിനക്കിനോട് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ സ്വപ്നങ്ങൾക്കായി പോരാടാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. വിനോദിന്റെ വാക്കുകൾ കേട്ട് അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി. അവൾ വിനോദിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സർ, നിങ്ങൾ എന്റെ ജീവിതം രക്ഷിച്ചു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ... അവൾ വിതുമ്പി. കരരുതന്, നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ സമയമായി. വിനോദ് സ്നേഹത്തോടെ അവൾ ആശ്വസിപ്പിച്ചു. അനുവിന്റെ ജീവിതം അവിടെ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു. അവൾ വിനോദിന്റെ സഹായത്തോടെ പഠനം തുടർന്നു. ഒരുപാട് നല്ല മാർക്കുകൾ നേടി അവൾ കോളേജ് ടോപ്പറായി. അനുവിന് പുതിയൊരു ജോലി ലഭിച്ചു. വിനോദ് അനുവും പ്രണയത്തിലായി. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ അനു നന്നായി ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ വിനോദ് അവൾക്ക് വേണ്ടി ചായയുമായി കാത്തുനിന്നു. അനു, എഴുന്നേറ്റില്ലേ? സമയം എത്രയെന്നറിയോ? വിനോദ് സ്നേഹത്തോടെ ചോദിച്ചു. അനു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. അതൊരു പുതിയ തുടക്കമായിരുന്നു. സ്വന്തമായി സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന, ആ സ്വപ്നങ്ങൾക്കായി പോരാടാൻ കൂടെ ഒരു താങ്ങായി വിനോദുള്ള ഒരു ജീവിതം. അവസാനം അവരുടെ വിവാഹനിശ്ചയം നടന്നു. വിവാഹദിനത്തിൽ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞു. അവരുടെ യാത്ര ഒരു ദുരിതപർവ്വത്തിൽ നിന്ന് പ്രണയത്തിന്റെ മധുരമായ ഒരു അധ്യായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.